ഹണി റോസ് ഇതോ കുട്ടിപ്പത് എത്ര വേണോ ഇതുണ്ടാവാന് ഇങ്ങനെ? ഈ അബിയു 1-2 വർഷത്തല്ലേ? 3 കൊല്ലമായി കഴിഞ്ഞാൽ ഇതുപോലെ. ഇത് ഫേമസ് ആക്കിയാണ് വേറെ ആരുമല്ല കേട്ടോ. സിനിമ നടി ഹണി റോസിൻ്റെ ഫേമസ് ആക്കിയമാരാണ്. കായാണ് ഞങ്ങളിതിനെ ഹണി റോസ് എന്നാണ് വിളിക്കണത്. ഇതിൻ്റെ പേര് അബിയു എന്നാണ്. കണ്ടോ മരം കണ്ടോ? അബിയു എത്ര കാലം ഉണ്ടാവണം കണ്ടോ? കണ്ടോ ഈ ഫ്രൂട്ട്സ്? അടിപൊളി ടേസ്റ്റ് സാധനമാണ് കേട്ടോ. അത് നല്ല രസമുള്ള. 2 റൗണ്ട് പുതിയ ഒരു സാധനം എടുത്തിട്ടോ ഇതിൽ തന്നെ. കണ്ടോ നല്ല ഫ്രൂട്ട്സാണ്. ഇതാണ് സാധനം. നല്ല ടേസ്റ്റി ഫുഡാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചാലോ, കഴിച്ചിട്ട് തന്നെ കാണിച്ചാലോ. കാണാണ്ട് ഭംഗിയുള്ളതൊക്കെ നൈസ് അല്ലേ, ബ്യൂട്ടിഫുൾ സാധനം. നല്ല ഫുഡ്, നല്ല അത്യാവശ്യം കേട്ടോ. ഇതിന് നല്ല റിസൾട്ടുള്ള ഇതാണ്. നല്ല ഫ്രൂട്ടുമാണ്. ഇതൊക്കെ കടയിൽ നിന്നൊക്കെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ടൗസർ ചെയ്യും. അങ്ങനത്തെ പ്രൈസാണ് കേട്ടോ ഇതിനുള്ളത് തന്നെ. നാച്ചുറലായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ വീട്ടിൽ. ഒത്തിരി ഒരു സ്ഥലം ഉണ്ടെങ്കിലേ കായൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതൊക്കെ തന്നെയല്ലേ. നോട്ടെ, ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ്. കഴിക്കേണ്ട വിധം. ഇതൊക്കെ ഇതിൻ്റെ വിത്തല്ലേ കൂട്ടിപ്പാ? എമ്മുണ്ടാവില്ലേ വിത്ത്? കഴിക്കൂലേ? ഇത് കടയിൽ നിന്ന് മേടിച്ചു വാങ്ങിക്കാൻ ഇതിനെ ഇത് അതായത് ഷെൽഫ് ലൈഫ് കുറവായ ഫ്രൂട്ട് ആയതുകൊണ്ട് മാർക്കറ്റുകളിൽ അവൈലബിൾ ആവില്ല. അത്ര മാർക്കറ്റിൽ കിട്ടൂലല്ലേ ഇത്? മാർക്കറ്റിൽ കിട്ടാം. ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയാലും ഈ സീസണിൽ പോയാലും ഉണ്ടാവും അല്ലേ? ഇത് അത്ര ലൈഫില്ല ഇതിന്. ഇപ്പോൾ ഫ്രൂട്ട്സിന് മരത്തുമെന്ന് എടുക്കുന്നു, കഴിക്കുന്നു. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം തന്നെ. അപ്പോൾ അതിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കേട്ടോ. നോർമൽ തിങ്സ് ടൈപ്പ് ഇപ്പോൾ വലിയ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ അത് വരുന്നു. അതിപ്പോൾ ഒറ്റ മിനിറ്റ് ഗൈസ്, സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ടോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നിങ്ങളും അതേമാതിരി ഒന്ന് ചെയ്യട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനത്തിൻ്റെ അബിയുവിൻ്റെ വിത്ത് ഇതാട്ടോ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇങ്ങനെയാണ്. ഇത് എന്താ വെച്ചാൽ ഫ്രൂട്ട്സിന് ലൈഫ് കുറവാണെന്നാണ് പറയണത്. കാരണം കടയിലും ഇങ്ങോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് സാധനം കേട്ടോ. കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. ഇത് കാണിച്ചു തരാം. ഇല്ല ആയത് എന്താ വെച്ചാലേ ഇത്ര സിമ്പിൾ. ഇതായതാ കുട്ടിപ്പാ ഒരു വിള്ളലൊക്കെ ഉണ്ട് ഇതിന്. ഇതോ ഇതെടുക്കണ്ടപ്പോൾ ഈ വിള്ളലുള്ള അതെടുത്തോ. ഇത് കുറച്ച് പച്ചടാ ടോപ്പ്. പച്ചനെ ഞാൻ അതെടുക്കാം. എന്നാ ഇതെടുത്തോ. എന്നാ തന്നെ എടുത്തോ. ഇത് ആകെ പച്ചട വട്ട. ഇതന്നെ എടുത്തിട്ടേക്കണു. ഇനി ഇത് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കായ്ക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം ഗ്രൂം ചെയ്യും കേട്ടോ. കട്ട് ചെയ്ത് കളയേ. കാരണം ഈ മരത്തിൻ്റെ അടിഭാഗം കണ്ടങ്ങൾ ഇതെല്ലാം ഒരു 5-6 പ്രാവശ്യം ഗ്രൂം ചെയ്താണ്ടോ. ഇത് ശിഖകൾ വന്നാണ്ടോ. പ്രൂണിങ് കഴിഞ്ഞതാട്ടോ. ഇതെല്ലാം പ്രൂണിങ് കഴിഞ്ഞതാണ്. പ്രൂൺ ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് ഇതിന് ഏറ്റവും കൂടുതൽ കൊമ്പുകൾ ഉണ്ടാവണം. ശിഖകൾ ഉണ്ടായാലേ അതിന്മേൽ കായകൾ ഉണ്ടാവുള്ളൂ. ശിഖകൾ എത്ര കൂടണോ അത്രയും കായ നമുക്ക് കിട്ടും. ഞാൻ ഫ്രൂട്ട്സ് കാണിച്ചത് കട്ട് ചെയ്താ എഡിറ്റിംഗ് ചെയ്യണ്ട്. പോട്ടെ. അതാണ്ടോ ഇതാണ് ആ ഫ്രൂട്ട്സിൻ്റെ അത് കേട്ടോ. തുറന്നോ. ഇത് കാരണമാണ് ഇതുണ്ടോ ജെല്ലി പോലെ കേട്ടോ. നല്ല സ്മൂത്ത് സാധനമാണ്. ഇതുണ്ടോ ഇതാണ് ആ ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത കേട്ടോ. ഇതാണ് കാരണത്താലാണ് ഇത് ലൈഫ് കിട്ടാത്തത്. ഇത് തുറന്നതൊന്നും എടുത്താൽ കടകളിലൊന്നും ഇത് വല്ലാതെ വിറ്റ് പോവാത്തതല്ല വിറ്റ് പോവും ഇത്. കാരണം എന്താ ആ സ്പോട്ടിന് ഇത് പറക്കുക കഴിക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നേരെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ അത്ര പെട്ടെന്ന് ഈ ഫ്രൂട്ട്സ് അവൈലബിൾ അല്ല. നമ്മളവിടെ മാർക്കറ്റിലൊന്നും കണ്ടിട്ടുമില്ല.
അടിപൊളിയാണ് കണ്ടോ. അത് അത്രയും സ്മൂത്ത് കൈ കേട്ടോ. എൻ്റെ കൈ വെച്ചാൽ കണ്ടോ അത്രയും സ്മൂത്ത് സാധനം കേട്ടോ. നോക്കിയേ അത്രയും സിമ്പിളായിട്ട് കഴിക്കാം. എൻ്റെ വീഡിയോ എടുത്താൽ അരിഞ്ഞു സാധനം അത്ര നൈസ് ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ഇതെങ്ങനെ ചെയ്യേണ്ടത്, ഗ്രൂമിങ് ഏത് സമയത്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങളിത് പറഞ്ഞാൽ മതി. സാധനം അടിപൊളി. കഷ്ണം വെച്ചാൽ ഇവിടെ കത്തി കഴിച്ചിട്ടുള്ളവർ കമൻറ്റിൽ അറിയിക്കും. ഇത് കഴിച്ചിട്ടുള്ളവർ ഞാൻ പറയണ അഭിനയമാണോ അല്ലേ എന്നുള്ളത് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. ഇത് കഴിച്ചിട്ടുള്ളവർ പറയണേ. ചക്കി മാങ്ങി തിന്നേണ്ട ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചക്കി മാങ്ങി വേറെ ലെവല് കണ്ടത്തില്ല. അത് വേറെ ഇതിലല്ലേ. കണ്ടോ നല്ല നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇതിനും നല്ല വെള്ളമുണ്ട്. നല്ല സാധനമാണ്. എന്തായാലും കഴിക്കാൻ നല്ല നമ്മളെ എന്താ മറ്റേ സാധനം ഉണ്ടാക്കൂലോ കുട്ടികളൊക്കെ ഫുഡി പുഡിങ് ആ സാധനം തന്നെ കേട്ടോ ഇത്. അതെ പുഡിങ്ങിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. കുട്ടിപ്പോ മരം തീരുമല്ലോ ഇപ്പോ. അത്രയും സാധനം നേക്കാണ് ഒക്കെ ആയി നിൽക്കുന്നുണ്ട്. നിൽക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാക്സിമം വീടുകളിൽ നോക്കി ഈ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടാക്കി വെച്ചതാട്ടതൊക്കെ നല്ല ശ്രദ്ധ വേണം കേട്ടോ. കുട്ടികളെ പരിപാലിക്കണം മാതിരി പരിപാലിക്കുന്നത് വേണം. ഡെയിലി ഒരു 1 hour മോർണിംഗ് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 1 hour യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം കഴിക്കാം. അല്ലേ ഫ്രീ ആണ്, രസമാണ് നോക്കി നടത്തുന്നത്. ശരീരത്തിനും മനസ്സിനും ഒക്കെ സന്തോഷം. ഇതേപോലെ ഒന്നും നോക്കണ്ട. ഈ സ്ട്രോബെറി ഒക്കെ തോന്നൂലേ അതിൻ്റെ ഒക്കെ ഒരു വേറെ, അതായത് ഈ മുട്ടപ്പഴം അല്ല മാറ്റണ്ട്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞേ. മുട്ടപ്പഴമൊക്കെ തിന്നൂലേ നമ്മളിങ്ങനെ ഈ പറിച്ച് അതേമാതിരി കഴിക്കണേ. അതേ അങ്ങനത്തെ ഒക്കെ ഓരോ ഫ്രൂട്ടാണ്. പിന്നെ അപ്പോൾ എന്താ പറഞ്ഞത്, ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം, അത് എങ്ങനെ ഗ്രോത്ത് ചെയ്യണം, എങ്ങനെ ഉണ്ടാക്കണം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ പരിപാടി സെറ്റാണ്. നമ്മളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇതിൻ്റെ വിത്ത് വേണമെങ്കിലോ ഇത് കാണണമെങ്കിൽ നമ്മൾ കൊറിയറോ എന്ത് വേണം വീട്ടിൽ വന്ന് നമ്മളെ നാട്ടിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയാം നല്ല ടേസ്റ്റാണ്, നല്ല സാധനം, നല്ല വെള്ളവും കാൽസ്യങ്ങളും നല്ല ഫ്രൂട്ട്സ് അല്ലേ, എല്ലാവിധ വിറ്റാമിൻസും ജെല്ലായിട്ടുള്ള വേറൊരു ഫ്രൂട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പനന്നൊങ്കിൻ്റെതും അതെ സാധനമാണ്. നമ്മളെ ക്യാമറമാൻ ഭയങ്കരമായിട്ട് റിസ്ക് എടുത്തിട്ടുണ്ട് ഇത് കണ്ടെത്താനേ. പനന്നൊങ്കിൻ്റെ ചെറിയ ടേസ്റ്റിന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിനെക്കുറിച്ച് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അയച്ചോളൂ. ഇതിൻ്റെ വിത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ഡെലിവറി ചെയ്തിട്ടോ അങ്ങനത്തെ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് തരും കേട്ടോ. മലപ്പുറം ഏരിയ ഇത് മലപ്പുറത്ത് മഞ്ചേരി, പെരിന്തൽമണ്ണ, അങ്ങനെ കൊണ്ടോട്ടി ആ ഏരിയകളിലൊക്കെ നമ്മൾ പ്രോപ്പർ മലപ്പുറത്താരാണ്. മലപ്പുറമാണ് നമ്മളെ ഏരിയ. ഓക്കെ. അപ്പോൾ മലപ്പുറത്തായിരിക്കലും ആണെങ്കിൽ നമ്മളിത് ചെയ്തു തരും. ഇതേപോലെ കേട്ടോ ആ മരത്തിനെ ഫുള്ള് കെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. അപ്പോൾ കഴിഞ്ഞ അടുത്ത ഫ്രൂട്ട്സായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, മീനുകളുണ്ട്, പല സാധനങ്ങളും കൊണ്ട് നമ്മൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഓക്കെ.